പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റു. പിന്നിൽ RSS എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. പ്രദീപ് അഴിമാലി, അരുൺ എന്നിവർക്കാണ് വെട്ടേറ്റത്. വെട്ടേറ്റ പ്രവർത്തകരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുജു ടി ബാബു ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജു, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണമായത്? ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എങ്ങനെയാണ് വെട്ടേറ്റത്? വിജയ്, ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ജനറലാശുപത്രിയിലാണ് പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകരുള്ളത്. നമുക്ക് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ബൈജു ഓമലിനോട് ചോദിക്കാം, എന്താണ് സംഭവം? ഇന്ന് പണിമുടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓമല്ലൂർ അമ്പലത്തിൽ നിന്നും പന്നിയാരിയിലുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് പോയ CIT പ്രവർത്തകരെ അവിടെ തടഞ്ഞു നിർത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. വളരെ നേരത്തെ തന്നെ ഇത്തരം അക്രമ സംഭവങ്ങൾ ഈ അഖിൽ TPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ വീട് ഈ ആയുധങ്ങൾ ശേഖരിക്കുന്ന ഒരു ഗോഡൗണാക്കി മാറ്റിയിരിക്കുക. ഓമല്ലൂർ അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൻ്റെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള DYFIയോടും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇയാളെ കാപ്പ ചുമത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള കേസുകളുണ്ട്. അപ്പോൾ ആക്രമിച്ചത് അഖിൽ TP എന്ന് പറയുന്ന ആളും വേറെ അയാളുടെ 1-2 സുഹൃത്തുക്കളും ഈ അഖിൽ TPയുടെ അച്ഛനും ഒക്കെ കൂടെയാണ് ഈ സ്കൂട്ടറിൽ പോയിരുന്ന നമ്മുടെ സഖാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. വെട്ടിൽ പരിക്കേൽപ്പിക്കുകയായിരുന്നു വടിവാളിന്. പറഞ്ഞു വന്നത് തുടർന്നോളൂ. കാപ്പ ചുമത്താൻ തരത്തിൽ വകുപ്പുകളുണ്ടെന്നോ? അതെ, കാപ്പ ചുമത്താൻ തക്ക തരത്തിൽ ഈ ഓമല്ലൂർ അമ്പലത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ അടി ഇപ്പോൾ വെട്ടേറ്റ പ്രദീപിനെ തന്നെ മർദ്ദിച്ചവശനാക്കി അയാളുടെ തല തല്ലിപ്പൊളിച്ചതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടിയത്. അതല്ലാതെ തന്നെ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ തള്ളിയതുമായും അടിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ, അങ്ങനെ നിരവധിയായ കേസുകൾ. ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ച് രാത്രിയിൽ അതുപോലെ തന്നെ ഒരാളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ ആക്രമിക്കുന്നതാണ്. അങ്ങനെ പിന്തുടരുകയാണ് ഇവരുടെ രീതി. ഇത് കുറേ നാളായി ഇവർ ഓമല്ലൂരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയോട് ചേരുകയാണ്. ഈ പരിക്കേറ്റ പ്രവർത്തകർ ആരൊക്കെയാണ്? ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ് പ്രദീപ് അഴിമാലിയും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സഖാവ് അരുണിനെയുമാണ് ഒരു കൂട്ടം വരുന്ന RSSന്റെ ക്രിമിനൽ സംഘം ആക്രമിച്ചിരിക്കുന്നത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ക്രിമിനൽ സംഘം ആക്രമിച്ചിരിക്കുന്നത്. പ്രദീപ് അഴിമാലിക്ക് 7 കുത്തിക്കെട്ടും സഖാവ് അരുണിനെയും 2 കുത്തിക്കെട്ടോടുകൂടി മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. വളരെ സമാധാനപരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തെ കലാപഭൂമിയാക്കാനുള്ള സംഘപരിവാറിൻ്റെ സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം ആക്രമണങ്ങൾക്ക് ഒപ്പുകൂട്ടുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വിജി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും RSS പ്രവർത്തകരും മറുഭാഗത്ത് നിൽപ്പുണ്ട്. പത്തനംതിട്ട ജനലാശുപത്രി വലിയ പോലീസ് സന്നാഹവുമുണ്ടായി. ഈ അല്പസമയം മുമ്പായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ DYFIയുടെ 3 പ്രവർത്തകർക്ക് വെട്ടേറ്റ് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അത്യാഹിത വിഭാഗത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങളിലും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഡോക്ടർമാരോട് നിന്ന് വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 2 ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പത്തനംതിട്ട ഓമല്ലൂരിൽ DYFI പ്രവർത്തകർക്ക് വെട്ടേറ്റു. പിന്നിൽ RSS എന്ന് DYFI പറയുന്നുണ്ട്. DYFI നേതാക്കൾ അല്പം മുമ്പ് കാണുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളെ. പ്രദീപ് അഴിമാലി, അരുൺ എന്നിവർക്കാണ് വെട്ടേറ്റത്. വെട്ടേറ്റ പ്രവർത്തകരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. RSS നേതാവായ അഖിൽ TS ആണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരുടെ നിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്.